വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. യമനിലെ തുറമുഖങ്ങളിലേക്കും പവർ പ്ലാന്റിലേക്കും വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം. ഹുദൈദ, റാസിസ, അൽ സാലിഫ് തുറമുഖങ്ങളിലും റാസ് കനാബിറ്റ് പവർ പ്ലാന്റിലുമായിരുന്നു ആക്രമണങ്ങൾ നടത്തിയതെന്ന് ഇസ്രായേൽ. വിവരങ്ങളുമായി അഖില CP ഉണ്ട്. അഖില, എപ്പോഴായിരുന്നു ഈ ആക്രമണം? എന്താണ് IDF പുറത്തേക്ക് വിടുന്ന വിവരങ്ങൾ? ഹൂതി കേന്ദ്രങ്ങൾ മാത്രമാണോ ആക്രമണം? അരുണ്യ, ഇന്നലെ ഞായറാഴ്ച രാത്രി മുതൽ ഇന്ന് പുലർച്ചെ വരെ നീണ്ടുനിന്ന വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഹൂത്തി കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഈ ഹമാസിൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ. ഇന്ന് നെഹന്യാഹു അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിനെ കാണുന്നുണ്ട്. ഖത്തറിൽ ഇത്തരത്തിലുള്ള മധ്യസ്ഥ ചർച്ചകളൊക്കെ പുരോഗമിക്കുന്നതിനിടെയാണ് ഇസ്രായേൽ ഇപ്പോൾ ഹൂത്തി കേന്ദ്രീകരിച്ച് മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതായത് ഇറാൻ ഇസ്രായേൽ 12 ദിവസം നീണ്ടുനിന്ന വെടിനിർത്തലിന് ശേഷം ആദ്യമായാണ് ഈ യമനെ ഹൂത്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേൽ ഇപ്പോൾ ആക്രമണം നടത്തുന്നത്. ഈ പറഞ്ഞതുപോലെ ഈ പവർ പ്ലാന്റുകളും ഈ തുറമുഖങ്ങളും കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും ആക്രമണം നടത്തിയിട്ടുള്ളത്. ചെങ്കടലിലെ ഹൊദൈദ, റാസിസ, സാലിഫ് തുറമുഖങ്ങളും റാസ് കനതി പവർ പ്ലാന്റുകളും ഇസ്രായേൽ ആക്രമിച്ചു എന്നുള്ളതാണ് ഏറ്റവും പുറത്തുവരുന്ന പ്രധാനപ്പെട്ട വിവരം. അപ്പോൾ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്വീറ്റ് എല്ലാം പങ്കുവെക്കുന്നുണ്ട്, എക്സിൽ കുറിക്കുന്നുണ്ട്. അതായത് ഈ ചെങ്കടലിൽ തുടർച്ചയായ ആക്രമണം തുടർന്നതുകൊണ്ടാണ് ഇസ്രായേലിനെ കേന്ദ്രീകരിച്ച് തുടർച്ചയായ ആക്രമണം ഹൂത്തി തുടർന്നതുകൊണ്ട് മാത്രമാണ് തങ്ങൾ തിരിച്ചടിച്ചത് എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രതിരോധ സേന വ്യക്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ വലിയ ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ ഹമാസുമായി ബന്ധപ്പെട്ട വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ ഇത്തരത്തിലുള്ള ഒരു വെടിവെപ്പ് കൂടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം കൂടെ ഉണ്ടാകുമ്പോൾ പശ്ചിമേഷ്യ വീണ്ടും കലുഷിതമാകും എന്നുള്ള ഒരു ആശങ്കയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഈ വരും ദിവസങ്ങളിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകും അല്ലെങ്കിൽ എന്തൊക്കെ പുരോഗമനങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അഖില, ഇതിലിപ്പോൾ IDF പുറത്തേക്ക് വിടുന്ന കാര്യങ്ങൾ മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. ഹൂതി കേന്ദ്രങ്ങളെ മാത്രം ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന്. മറുവശത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? കാഷ്വാലിറ്റികൾ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ടോ? അതായത് ഹൂത്തി സംഘടനകൾ വ്യക്തമാക്കുന്ന ഒരു കാര്യം, ഇത് ഒരു രാഷ്ട്രീയമായ ഒരു ആക്രമണമല്ല. കാരണം സാധാരണ ജനങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയ ആക്രമണമാണ്. തുറമുഖങ്ങളും പവർ പ്ലാന്റുകളും മാത്രം ലക്ഷ്യമിട്ടിട്ടല്ല, സാധാരണക്കാരെ, യമനിലെ സാധാരണക്കാരെയാണ് ഇസ്രായേൽ ലക്ഷ്യമിട്ട് എന്നുള്ളൊരു പ്രതികരണമാണ് ഇപ്പോൾ ഹൂത്തി സംഘടനകൾ നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഇസ്രായേൽ ആരോപിക്കുന്ന ആരോപണങ്ങളൊക്കെ പൊള്ളയാണ്. തരത്തിലുള്ള ഒരു ആക്രമണങ്ങളും ഹൂത്തി തുടർച്ചയായി നടത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഈ 2022 നവംബർ ഹമാസിൽ ഇസ്രായേൽ നടത്തിയ അധിനിവേശത്തിന് ശേഷം, തുടർച്ചയായ ആക്രമണത്തിന് ശേഷം 2023 മുതൽ തന്നെ ഇസ്രായേലിലെ കപ്പലുകൾ, ചെങ്കടലിൽ ഇസ്രായേൽ കപ്പലുകൾ കേന്ദ്രീകരിച്ച് ഹൂത്തി വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിട്ടിരുന്നു. മാത്രമല്ല ഇസ്രായേൽ കപ്പലുകൾ മാത്രമല്ല, അമേരിക്കയും ബ്രിട്ടനും കേന്ദ്രീകരിച്ച് നിരവധി ഈ കപ്പലുകളെ ആക്രമിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു മറുവാദം ഹൂത്തി ഇപ്പോൾ ഉന്നയിക്കുന്നത് ഈ സാധാരണക്കാരെ ലക്ഷ്യമിട്ടിട്ടാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നാണ്. അതാണ്, യമനിലെ തുറമുഖങ്ങളിലേക്കും പവർ പ്ലാന്റിലേക്കുമാണ് ഇസ്രായേൽ സൈന്യം വ്യോമാക്രമണം നടത്തിയിരിക്കുന്നത്. ഹുദൈദ, റാസിസ, അൽ സാലിഫ് തുറമുഖങ്ങളിലേക്കും റാസ് കനാബിറ്റ് പവർ പ്ലാന്റിലുമാണ് ആക്രമണം. അതേസമയം ഈ ഹൂതി കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യമിട്ടുള്ള ജനവാസ മേഖല കൂടി ലക്ഷ്യമിട്ടാണ് ഇസ്രായേലിന്റെ ആക്രമണമെന്നാണ് ഹൂതികളുടെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു പ്രതികരണം. ഈ ഘട്ടത്തിൽ അഖില CP ആണ് വാർത്തയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകിയത്.